അങ്ങനെ നമ്മൾ 3 നോമ്പ് തുറന്നില്ലേ, അൽഹംദുലില്ലാ. അത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്, ഇത്ര പെട്ടെന്ന് ആ 3 നോമ്പ് കഴിഞ്ഞത്. അപ്പോൾ റംലാൻ 3ൻ്റെ വിശേഷങ്ങളായിട്ടോ ഇന്ന് വന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് പഴാട്ട പുഴുങ്ങാൻ വെക്കുന്നത്. ഇത് ഉന്നക്കായ്ക്ക് വേണ്ടിയാണ്. കുറച്ചുകൂടി പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു കേട്ടോ വേണ്ടത്, പക്ഷേ എനിക്കിതാ കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചീരോ കഞ്ഞി ഉണ്ടാക്കാനായിട്ടാ. ജീരകക്കഞ്ഞി എന്ന് പറയും, നമ്മൾ ചീരോ കഞ്ഞി എന്ന് പറയും. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ കഞ്ഞീൻ്റെ നമ്മൾ സാധാ കഞ്ഞി വെക്കുന്ന ചെറിയ അരിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വെന്ത് വരുമ്പോൾ തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ. ഇനി അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു 2 പിടി തേങ്ങയും ഒരു 4-5 ചെറിയുള്ളിയും നല്ല ജീരകം കുറച്ചധികം തന്നെയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അധികം പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് നേരത്തെ വേവിച്ച് വെച്ച കഞ്ഞിയില്ലേ, കഞ്ഞീൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കഞ്ഞി നല്ലോണം വേവണം കേട്ടോ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഒഴിച്ച് കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നത്, ഇത് പെട്ടെന്ന് തിക്കാവും കേട്ടോ. തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലൊരു ഗ്ലാസ് കഞ്ഞിയും എന്തെങ്കിലും ഒരു കപ്പപ്പുഴുക്കോ കായ്പുഴുക്കോ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ. ക്ഷീണത്തിന് ബെസ്റ്റാണ് ഈ ഒരു ചീരോ കഞ്ഞി. നമ്മൾ നോമ്പിന് മാത്രമായി ഇത് ഉണ്ടാക്കും, അല്ലാണ്ട് സാധാരണ കഞ്ഞി കേട്ടോ ഉണ്ടാക്കുക. അതിനിടയ്ക്ക് പഴം എടുത്ത് മാറ്റിയിരുന്നു, അത് തണിഞ്ഞിട്ടാ. അപ്പോൾ അധികവും തണിഞ്ഞിക്കില്ല, ഒന്ന് തണിഞ്ഞേരെ നമുക്കിതുപോലെ തോലൊക്കെ ഇറന്ന് മാറ്റി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടാട്ടോ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ നല്ലോണം കിട്ടും. ഉന്നക്കായൻ്റെ പരുവത്തിന് കിട്ടും. ഇനി ഉന്നക്കായിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല കൂടി തയ്യാറാക്കി എടുക്കണം. ഞാനൊരു പാത്രം വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ അടുത്ത് ഇതൊന്നും സ്റ്റോക്കില്ല, അപ്പോൾ ഞാൻ വെറും തേങ്ങേൻ്റെ മസാലയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ പരത്തി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഷേപ്പ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഉന്നക്കായി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ചായക്കടി മസാലപ്പത്തിലാണ് കേട്ടോ. നമ്മൾ പത്തിലൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, ഇത് മസാലപ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ മസാലപ്പത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മഞ്ഞളും മുളകും മസാലപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെച്ച ചിക്കന് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചമ്മന്തി കൂടി ഉമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ തേ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മസാലപ്പത്തിലുള്ള ഉള്ളിയാണ് ഇപ്പോൾ വാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചമ്മന്തി ഇട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ഇട്ടാൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്താൽ മസാലപ്പത്തിലുള്ള മസാല കൂടി റെഡി. മസാലപ്പത്തിലാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയട്ടെ. നമ്മൾ പത്തിലാകുമ്പോൾ ഇങ്ങനെ അടുപ്പത്തിൻ്റെ അടുത്ത് തന്നെ നിന്ന് തിരിച്ചും മറിച്ചു വിട്ട് കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ 1-2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്ത് അത് അവിടെ നിന്ന് വെന്തോളും, ഇങ്ങനെ അരി തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് വേറൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് മുട്ട വരിഞ്ഞു വെച്ചേട്ടാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക മുട്ടേൻ്റെ ഒരു ഐറ്റം നമുക്ക് ദിവസം മസ്റ്റാണ്. അപ്പോൾ മസാലപ്പത്തിലാട്ടോ ഉമ്മ ഈ പരത്തി കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോരോ ലെയർ മസാല വെച്ച് അതിൻ്റെ മേലെ ഇതുപോലെ അരി പരത്തി വെച്ച് പിന്നെയും മസാല ഇട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നതാട്ടോ മസാലപ്പത്തിൽ. ഇതിനൊക്കെ പല പേരിലും അറിയപ്പെടും. മട്ടിപ്പത്തില്, കൂട്ടപ്പത്തില്, പെട്ടിപ്പത്തില്, മസാലപ്പത്തില്. ഇത് നമ്മളെ മലബാർ ഏരിയകളിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ മസാലപ്പത്തില്. ഇത് ഫിഷ് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മത്തിയും അയിലൊക്കെ പൊരിച്ച് വെച്ചാൽ സൂപ്പറായിരിക്കും. അപ്പോൾ മസാലപ്പത്തിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിൽ, അതായത് മുടിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം വേവണം. ഇത് ഒരു 4 അട്ടിയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വേവണം കേട്ടോ. ഇത് 2 എണ്ണമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇഡ്ഡലിപ്പാത്രം കുറച്ച് ചെറുതാണ്, അപ്പോൾ 4 എണ്ണം കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ട്രിപ്പായിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കപ്പ ഊറ്റി മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞിക്ക് കൂട്ടാൻ കപ്പ ഇളക്കിയതാട്ടോ. അതിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് ഒരു വിസിൽ വരാൻ വെക്കുന്നുണ്ട്. ഇനി തേങ്ങ അരച്ച് വെച്ചാൽ നമ്മുടെ കപ്പ ഇളക്കി പൊങ്ങിയതും കൂടി റെഡിയാവും. അപ്പോൾ മുട്ട വെന്ത് വന്നിട്ടുണ്ട്, അത് വരിഞ്ഞ് പൊരിക്കാൻ ഞാൻ ഇതുപോലെ മുട്ടൻ്റെ തോട് കൊണ്ട് തന്നെ വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നല്ലേ എളുപ്പപ്പണിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് പോകാമല്ലോ. വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്നവരെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നിൽക്കണ്ടല്ലോ. ഒന്നാമത് ഭയങ്കര ചൂടും, അടുപ്പിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ അധികം നിൽക്കാനാവില്ല, എന്തൊരു ചൂടാല്ലേ. അപ്പോൾ നമ്മൾ വരിഞ്ഞ് വെച്ച മുട്ടയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മക്കൾ വന്ന്. പാത്തൂനും കുഞ്ചുവിനും നോമ്പേനു കേട്ടോ. പാത്തു നോമ്പ് മുറിച്ചിട്ടാണ് വന്നത്. ഓളോട് നോമ്പ് മുറിച്ചു പോയല്ലോ, വെള്ളം കുടിച്ച്, ചോർന്ന് തിന്നില്ല, വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചു പോയി. അപ്പോൾ കുഞ്ചുവിന് നോമ്പാന്ന്. മക്കൾസൊക്കെ കുളിക്കാനൊക്കെ പോയി കേട്ടാ. ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് മുട്ട ജസ്റ്റ് കുറച്ച് എണ്ണ മതി കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് കുറച്ചായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല കളർ ഉണ്ടാകും കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ. മുട്ട പൊരിച്ച് കഴിഞ്ഞ് അടുത്ത് തന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് ഉന്നക്കായി പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബീഫ് കറി കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉന്നക്കായി ഈ ഒരു കളറാകുമ്പോൾ കേട്ടോ കോരി മാറ്റേണ്ടത്.
അപ്പോൾ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഉന്നക്കായ പൊരിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഉന്നക്കായ സെറ്റായിട്ടുണ്ട്. ഞാൻ 1 കിലോ പഴം കൊണ്ടിട്ടായി ഉന്നക്കായ ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ സെറ്റാണ്. ഇന്ന് തെങ്ങുമ്മക്കാരി കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇളനീനാട്ടാ. അത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. ഇളനീ വെള്ളം നോമ്പ് ഓർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.